ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. സിദ്ദീഖ് കാപ്പന് ജയിലിലും നരകജീവിതമാണെന്ന് ഭാര്യ റൈഹാനത്ത്. കോവിഡ് സ്ഥിരീകരിച്ച കാപ്പന് ചികിത്സ നിഷേധിക്കുന്നതായും റൈഹാനത്ത് ആരോപിച്ചു. ഈ വിഷയത്തിലെങ്കിലും മുഖ്യമന്ത്രി ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. വിതുമ്പിക്കരഞ്ഞുകൊണ്ടാണ് റൈഹാനത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത മാധ്യമപ്രവർത്തകൻ സിദ്ദീഖ് കാപ്പന് ആശുപത്രിയിലും നരകജീവിതമെന്ന ആരോപണവുമായാണ് ഭാര്യ റൈഹാനത്ത് രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് കാപ്പനെ കോവിഡ് സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജയിലിലേക്കാൾ വലിയ ദുരിതമാണ് ഇപ്പോൾ ആശുപത്രിയിൽ സിദ്ദീഖ് കാപ്പൻ നേരിടുന്നതെന്ന് റൈഹാനത്ത് പറഞ്ഞു. കോവിഡ് ചികിത്സയ്ക്കായാണ് ആശുപത്രിയിൽ മാറ്റിയതെങ്കിലും ഭക്ഷണം പോലും നൽകാതെ എന്തു ചികിത്സയാണ് അവിടെ നടക്കുന്നതെന്നും റൈഹാനത്ത് ചോദിച്ചു. കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ മുഖ്യമന്ത്രിയോട് ഇടപെടാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ വിഷയത്തിലെങ്കിലും മുഖ്യമന്ത്രി ഇടപെടണമെന്നും റൈഹാനത്ത് ആവശ്യപ്പെട്ടു. 4 ദിവസമായിട്ട് ഒരു മനുഷ്യന് ബാത്റൂമിൽ പോകാതെ നിന്നുള്ള അവസ്ഥ എന്താ? പിന്നെ എന്ത് ചികിത്സയാണ് അവർ കൊടുക്കുന്നത്? അതാണ് മനസ്സിലാവാത്തത്. കോവിഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്, ചികിത്സക്കും വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഈ 4 ദിവസം ബാത്റൂമിൽ പോവാതെ ഭക്ഷണം കഴിക്കാതെ പിന്നെ എന്ത് ചികിത്സയാണ് അവിടെ നടക്കുന്നത്? അവിടെ കെട്ടിയിട്ടാലേ കോവിഡ് മാറുമോ? പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാത്ത വിധം ചങ്ങല ഉപയോഗിച്ച് കെട്ടിയിടാൻ മാത്രം എന്തു തെറ്റാണ് അദ്ദേഹം ചെയ്തതെന്നും അവർ ചോദിക്കുന്നു. കേസ് കോടതിയിൽ നടക്കുന്ന കാര്യമാണെന്നും അതിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ പറ്റില്ല എന്നുമായിരുന്നു നേരത്തെ വിശദീകരണം നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാമെന്നും താൻ ഒരു സ്ത്രീയാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന നിലയിൽ ഇപ്പോൾ താൻ അനുഭവിക്കുന്ന വേദന അത്രമാത്രമുണ്ടെന്നും വിതുമ്പിക്കൊണ്ടാണ് റൈഹാനത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. പിന്നെ മുഖ്യമന്ത്രിയുണ്ട്, പ്രതിപക്ഷമുണ്ട്, എല്ലാവരും ഇല്ലേ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റൂലേ? കുറേ ആയിട്ട് പറയുകയാണ് ഇതിലൊന്ന് ഇടപെടാം. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിലും ഇതെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇയാളുടെ ഒരു മനുഷ്യനല്ലേ, മനുഷ്യത്വല്ലേ, പരിഗണന വേണ്ട, അതെങ്കിലും നോക്കിക്കൂടാ. ജയിലിനെക്കാട്ടും വലിയ ദുരിതമാണ് ഇപ്പോൾ ഉള്ളത്. എന്നെ ജയിലിലേക്ക് തന്നെ മാറ്റിക്കളയെന്നാണ് വക്കീലിന് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കി തരും, എനിക്ക് വയ്യ, എനിക്ക് ടോയ്ലറ്റിൽ പോകണ്ടേ. ഒരു മനുഷ്യനെ നമ്മളൊരു അരമണിക്കൂർ കെട്ടിട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ഇതെന്താ മൃഗമാണോ കെട്ടിടാൻ?